വാട്ട് ഈസ് ദ നെക്സ്റ്റ് സ്റ്റെപ്പ് ടു എൻഗേജ് ബയേഴ്സ്? ഇതിൽ ഇപ്പോൾ ഓൾറെഡി ഇപ്പൊ നമ്മൾ എൻഗേജ് ചെയ്യാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കിപ്പോൾ നിങ്ങളുടെ പേരും ഫസ്റ്റ് നെയിമും ലാസ്റ്റ് നെയിമും ഇമെയിൽ അഡ്രസ്സും ഫോൺ നമ്പറും നമ്മുടെ ഉണ്ടാകാൻ സാധ്യത ഇല്ലെങ്കിൽ അത് ഒരു ടെക്സ്റ്റ് ആയിട്ട് അയച്ചുതരാം. എന്നിട്ട് നിങ്ങളുടെ ബഡ്ജറ്റ് എത്രയാണെന്ന് നിങ്ങൾക്ക് അറിയുമെങ്കിൽ അത് അയച്ചുതരാം. ഇപ്പോൾ 720 ആണ് നിങ്ങളുടെ ബഡ്ജറ്റ് എങ്കിൽ അത് ആ കൂട്ടത്തിൽ SMS ചെയ്യുക, നിങ്ങളുടെ അഡ്രസ്സ് SMS ചെയ്യുക. മെസ്സേജ് അയച്ചാൽ നമ്മളൊരു എഗ്രിമെന്റ് അയച്ചു തരും. ആ എഗ്രിമെന്റ് അയച്ചു കഴിഞ്ഞിട്ട് നിങ്ങളത് വായിച്ചു വെക്കുന്നു, സൈൻ ചെയ്യുന്നു. ഒരു ചെറിയ റീറ്റെയിൽ എമൗണ്ട് ഞാൻ പറഞ്ഞിരുന്നു, അത് ബാങ്കിൽ ട്രാൻസ്ഫർ ചെയ്താൽ നിങ്ങൾ ഒഫീഷ്യലി ക്ലയന്റ് ആയിരിക്കും. അത് കഴിഞ്ഞാൽ 1-2 സ്ട്രാറ്റജി മീറ്റിംഗ് നമ്മൾ ചെയ്യണം. ആ സ്ട്രാറ്റജി മീറ്റിംഗ് കഴിഞ്ഞിട്ട് നമ്മൾ സബർബ് ചൂസ് ചെയ്യുന്നത്. നമ്മൾ ഇത്ര നാൾ സംസാരിക്കുന്നവരെയല്ല ഇനി ക്ലയന്റ് ആയി കഴിഞ്ഞാൽ നമ്മൾ സംസാരിക്കുന്നത്. ക്ലയന്റ് ആയി കഴിഞ്ഞാൽ സംസാരിക്കുന്നത് നമ്മൾ ഏത് പ്രോപ്പർട്ടിയുടെ സ്ഥലത്ത് അത് വേണ്ട, ഇത് വേണ്ട, ശരിയല്ല, നിങ്ങൾ അന്ന് പറഞ്ഞത് തെറ്റാണ് എന്ന് പറഞ്ഞിട്ടുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള ഡിസ്കഷനാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനുശേഷം നമ്മൾ സബർബ് സെലക്ട് ചെയ്യും, പിന്നെ പ്രോപ്പർട്ടി ഷോർട്ട് ലിസ്റ്റ് ചെയ്യും, അതിനുശേഷം ഇൻസ്പെക്ഷൻസ് അറേഞ്ച് ചെയ്യും, സെറ്റിൽമെന്റ് അറേഞ്ച് ചെയ്യും, ഇതൊക്കെ നമ്മൾ അറേഞ്ച് ചെയ്യും. ഫീസ് ആർ ബേസിക്കലി നമുക്ക് ഇഷ്ടപ്പെട്ട വീട്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വീട് നിങ്ങൾ മേടിക്കുമ്പോൾ നിങ്ങൾ സൈൻ ചെയ്തു, സെല്ലർ സൈൻ ചെയ്ത് കഴിഞ്ഞാൽ രണ്ടാമത്തെ ഇൻവോയ്സ് വരുന്നത്, മൂന്നാമത്തെ ഇൻവോയ്സ് വരുന്നത് ഫൈനൽ സെറ്റിൽമെന്റ് ശേഷമാണ്. അപ്പോൾ സക്സസ് ബേസ്ഡ് ആണ് ഫീ. സ്റ്റാർട്ടിങ്ങിലുള്ള ചെറിയൊരു എമൗണ്ട് വെച്ച് ബാക്കിയെല്ലാം സക്സസ് ബേസ്ഡ് ആണ്. സ്റ്റാർട്ടിങ്ങിലെ എമൗണ്ട് നിങ്ങൾക്ക് പേ ചെയ്യണം, അഗ്രിമെന്റ് സൈൻ ചെയ്യണം, ആൻഡ് ദാറ്റ് ഈസ് ഇറ്റ്. So you have to send your first name, last name, email address, and your home address and the budget to us, and we will send the agreement. And all the best.